ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രം ആൻഡ് അജൈൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. അജൈൽ പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു വേ ആണ് സ്ക്രം എന്ന് പറയുന്നത്. സോ സ്ക്രം എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ഐട്രേറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇപ്പം ഐട്രേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 3 ഫേസസ് ആയിട്ടാണ് നമ്മുടെ സ്ക്രമ്മിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ബേസിക്കലി ഔട്ട്ലൈൻ പ്ലാനിങ് ഫേസ് ആണ് ഫസ്റ്റ് ഇനീഷ്യൽ ഫേസിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്പ്രിൻറ്റ് സൈക്കിൾസ് ഉണ്ട്. സ്പ്രിൻറ്റ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെറ്റ് ഓഫ് ടാസ്കിനെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു ടീമായിട്ട് ഇരുന്ന് റിസോൾവ് ചെയ്യുക, എന്നിട്ട് പെൻഡിങ് ടാസ്കുകളെ വീണ്ടും അടുത്ത മീറ്റിങ്ങിന് വെക്കുക എന്നുള്ളതാണ്. ആൻഡ് പ്രൊജക്ട് ക്ലോഷർ എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്സും യൂസർ മാനുവൽസും ലെസൺസും എൻറ്റയർലി റാപ്പിംഗ് അപ്പ് ദ പ്രൊജക്റ്റാണ് സ്ക്രമ്മിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. സോ നമുക്കിവിടെ ഈ ഒരു ഡയഗ്രത്തിൽ കാണാനായിട്ട് സാധിക്കും വാട്ട് ഓൾ ആർ ദി വർക്ക് ഡൺ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾക്കൊരു എൻറ്റയർ ലിസ്റ്റ് കാണും. അതിൽ നിന്നും ഓരോ സ്പ്രിൻറ്റിൽ നമ്മൾ ചില ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എല്ലാ ടാസ്കുകളും ഒറ്റ ടൈമിൽ എടുക്കാതെ ആ ഒരു ടാസ്കിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മളിതിനെ സോർട്ട് ചെയ്തിട്ടായിരിക്കും സ്പ്രിൻറ്റ് ബാക്ക്ലോഗിലോട്ട് നമ്മളിതിനെ കയറ്റുന്നത്. ആൻഡ് ഓരോ സ്പ്രിൻറ്റിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ക്രം കാണും. സോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു സ്പ്രിൻറ്റ് സൈക്കിളിനെ റിവ്യൂ ചെയ്യുന്നതും ആ ഒരു സ്പ്രിൻറ്റിൽ നിന്നുള്ള ആ സ്പ്രിൻറ്റിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് പൊട്ടൻഷ്യലി ഷിപ്പബിൾ സോഫ്റ്റ്വെയർ. അതായത് ചിലപ്പം ഒരു നമുക്കൊരു പാർട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്കിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്ന് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അതാണ് പൊട്ടൻഷ്യലി ഷിപ്പബിൾ സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി സ്പ്രിൻറ്റ് സൈക്കിൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ പറയുന്നത്. അത് ഫിക്സ്ഡ് ലെങ്ത്തിലുള്ളതാണ്. ഇറ്റ് നോർമലി ടേക്സ് 2 to 4 weeks. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അഗൈൻ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ആണ്. ദാറ്റ് ഇസ് വിച്ച് ഓൾ ആർ ദി വർക്ക്സ് ദാറ്റ് നീഡ് ടു ബി ഡൺ ഇൻ ദി എൻറ്റയർ പ്രൊജക്റ്റ്. അതിൽ നിന്നുമാണ് നമ്മളുടെ ടീം സെലക്ട് ചെയ്യുന്നത് കസ്റ്റമറിന് എന്താണ് വേണ്ടത്, ഇതൊക്കെയാണ് ഫങ്ഷനാലിറ്റി വേണ്ടതെന്നനുസരിച്ച്. വൺസ് നമ്മൾ ഈ ഒരു എൻറ്റയർ പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്നും നമ്മളുടെ ഈ ഒരു സ്ക്രമ്മിൻ്റെ ബാക്ക്ലോഗിന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേനും കസ്റ്റമേഴ്സും ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്. ആളാണ് സ്ക്രം മാസ്റ്റർ. സ്ക്രം മാസ്റ്റർ ആയിരിക്കും ഈ ഒരു ഡെവലപ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ സ്ക്രം മാസ്റ്റർ ആയിരിക്കും. സോ ഇത് ഈ സ്പ്രിൻറ്റ് സൈക്കിൾസ് ആയിട്ട് ഒരു നമ്പർ ഓഫ് സൈക്കിൾസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോന്നിനെയും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫേസിലെ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ടീം വർക്ക് നമ്മൾ പറഞ്ഞ പോലെ സ്ക്രം മാസ്റ്റർ ആയിരിക്കും ഡെയിലി മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നത്, ബാക്ക്ലോഗ്സ് ട്രാക്ക് ചെയ്യുന്നത്, പ്രോഗ്രസ് മെഷർ ചെയ്യുന്നത്, കസ്റ്റമേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഡെയിലി ഷോർട്ട് മീറ്റിംഗ്സിലൂടെ, അപ്പോൾ ആ ഷോർട്ട് മീറ്റിംഗ്സ് നമ്മൾ സ്ക്രം എന്ന് പറയും. സോ സ്ക്രംസ് എന്നാണ് നമ്മൾ പറയുക. അപ്പം ഈ ഷോർട്ട് മീറ്റിംഗ്സ് വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഇവിടെ കൊടുത്തേക്കുന്ന സ്ക്രം അതാണ്. ഷോർട്ട് മീറ്റിംഗ്സിൽ നിന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതിൽ നിന്നുമാണ് നമ്മളുടെ പ്രോബ്ലംസും പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ പോകും എന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും എന്തുകൊണ്ട് നമ്മളിങ്ങനെ മീറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് ടീം മെമ്പേഴ്സ് എല്ലാം അറിയാനും എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ട് എല്ലാവരും ഒരുപോലെ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഈ സ്ക്രമ്മിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു എ സെറ്റ് ഓഫ് മാനേജബിൾ ടാസ്ക് അല്ലെങ്കിൽ മാനേജബിൾ ചങ്ക്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ആ ഒരു അറ്റ് എ ടൈം ഒരു പർട്ടിക്കുലർ ടാസ്കിൽ ഒരു പർട്ടിക്കുലർ ചങ്കിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ള ഒരു കാര്യമാണ്. ആൻഡ് എൻറ്റയർ ടീമിന് എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റി നല്ല ഐഡിയ കാണും. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി സ്ട്രോങ് ഹിയർ. അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്സ് നമുക്ക് കസ്റ്റമറിൽ നിന്നും ഡെവലപ്പേഴ്സിൽ നിന്നും എടുക്കാനും അവർ തമ്മിലുള്ള ഒരു ട്രസ്റ്റും കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും സ്ക്രമ്മിനെ കൊണ്ട് സാധിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് സ്ക്രം. സോ ഡിസ്ട്രിബ്യൂട്ടഡ് സ്ക്രമ്മിനകത്ത് നമ്മൾ പറയുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോൺഫറൻസിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ക്രം മാസ്റ്റർ എങ്ങനെയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതുണ്ട്. ഹൗ ഇസ് എ പ്രോഡക്റ്റ് ഓണർ ഇൻവോൾവ് ഇൻ ദിസ്, റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്, ആൻഡ് കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ, അതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്ക്രമ്മിന് കീഴിൽ വരുന്നത്. ഈ ടോപ്പിക്കുകളൊക്കെ ഈ ടേംസ് ഒക്കെ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ബട്ട് ജസ്റ്റ് ഫോർ കൺക്ലൂഡിങ്, ഡെവലപ്മെൻറ്റ് ടീം എന്ന് പറയുമ്പോഴത്തേനും ടീം ഓഫ് ഡെവലപ്പേഴ്സ് വിച്ച് ഇസ് നോട്ട് മോർ ദാൻ 7. നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും പ്രൊജക്റ്റിൻ്റെ ഡോക്യുമെൻറ്റ്സിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. പൊട്ടൻഷ്യലി ഷിപ്പബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇൻക്രിമെൻറ്റ് മാത്രമാണ് പറയുന്നത്. ഒരു സ്പ്രിൻറ്റിൽ നിന്നും നമുക്ക് കിട്ടിയ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്പ്രിൻറ്റിൻ്റെ ഒരു കൺക്ലൂഷൻ ഔട്ട്പുട്ടായിരിക്കും വരുന്നത്. ബാക്ക്ലോഗ് ടു ഡു ലിസ്റ്റാണ്, എന്തൊക്കെയാണ് നമ്മൾക്ക് എൻറ്റയർ പ്രൊജക്റ്റിൽ ബാക്കി കിടപ്പുള്ളത് ചെയ്യാനെന്ന്
എന്നുള്ളത്. പ്രൊഡക്റ്റ് ഓണർ എന്ന് പറയുന്നത് ദ ഇൻഡിവിജ്വൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സിനെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്യുന്ന എന്താണ്, പ്രൊജക്റ്റ് എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് ഓണർ ആയിരിക്കും തീരുമാനിക്കുക. സ്ക്രം എഗെയിൻ ഡെയിലി മീറ്റിംഗ്സ്, സ്ക്രം ടീംസിൽ ചെയ്യുന്ന ഡെയിലി മീറ്റിംഗ്സ് നമ്മൾ സ്ക്രം എന്ന് പറയും. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളെ സ്ക്രം മാസ്റ്റർ എന്ന് പറയും. സ്പ്രിൻറ്റ് എന്ന് പറയുന്നത് ഒരു ഐട്രേറ്റീവ് എന്ന് പറഞ്ഞ ഒരു പാത്താണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 to 4 weeks. ആൻഡ് വെലോസിറ്റി ഇസ് ഹൗ മച്ച് നമ്മളുടെ ഒരു ബാക്ക്ലോഗിൽ എന്തുമാത്രം നമ്മൾ ഒരു സിംഗിൾ സ്പ്രിൻറ്റിൽ എന്തുമാത്രം ബാക്ക്ലോഗായിട്ട് കിടക്കുന്ന കാര്യങ്ങളെ കോപ്പപ്പ് ചെയ്തു, അല്ലെങ്കിൽ എന്തുമാത്രം നമ്മൾ അതിനെ മാനേജ് ചെയ്തു എന്നുള്ളതാണ് വെലോസിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനീഷ്യലി സ്ക്രം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ്സിലൂടെ മാത്രം കടന്നു പോയാൽ മതി. സോ ഹെൻസ് വി റീച്ച്ഡ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് മോഡ്യൂൾ.